വേനൽ ചൂടിനെ വകവയ്ക്കാതെ വിധിയെഴുതി കേരളം. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം പോളിംഗ് 70% മുകളിലാണ്. 6 മണിക്ക് ശേഷവും പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. കണ്ണൂരിലും ആലപ്പുഴയിലുമാണ് കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കണ്ട ആവേശത്തിന്റെ തനിയാവർത്തനമാണ് പോളിംഗ് ബൂത്തുകളിലും പ്രകടമായത്. മുന്നണികൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനൊപ്പം അവരുടെ നെഞ്ചിടിപ്പുമേറ്റുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ആദ്യ മണിക്കൂർ മുതൽ കണ്ട ആവേശത്തോടെയുള്ള വോട്ടിംഗ് ആരെ തുണയ്ക്കുമെന്നത് പ്രവചനാതീതമാണ്. മുന്നണികൾക്ക് പിടികൊടുക്കാത്ത വിധത്തിലാണ് അടിയൊഴുക്കുകളുടെ ആഴവും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും. കാടിളക്കിയുള്ള പ്രചരണങ്ങളിൽ മാറിമറിഞ്ഞ വിഷയങ്ങളിൽ ജനങ്ങളെ സ്വാധീനിച്ചത് ഏതൊക്കെയെന്നത് ഏറെ നിർണായകം. ജനങ്ങൾ ആവേശത്തോടെ സമീപിച്ചെങ്കിലും വോട്ടിംഗ് മെഷീൻ തകരാറും സാങ്കേതിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും പലയിടത്തും വോട്ടിംഗ് നടപടികൾ വൈകുന്നതിന് കാരണമായി. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം വോട്ട് ചെയ്യാതെ പലരും മടങ്ങുന്ന സാഹചര്യവും ചില ബൂത്തുകളിലുണ്ടായി. വോട്ടിംഗ് നടപടികളിൽ വീഴ്ചയാരോപിച്ച പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ബോധപൂർവ്വ വീഴ്ചയായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിൽ കണക്കുകൾ ശേഖരിച്ച അന്തിമ അവലോകനത്തിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ട്. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഘർഷങ്ങളുണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.